ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ആയിട്ടാണ്. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് കുമ്പളങ്ങയാണ്. ഓരോ നാട്ടിൽ ഇത് പല പേരാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരുടെ നാട്ടിൽ ഇത് എന്താ പറയുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരണേ. അപ്പം ഞാനിതൊരു ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അറിയുന്നതായിട്ടുള്ള ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ഈ കുമ്പളങ്ങയിലുണ്ട്. അപ്പം ഞാൻ പറയാം. ആദ്യമേ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ കുമ്പളങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കുരുവിൻ്റെ അതായത് കുമ്പളങ്ങയുടെ അകത്തുള്ള ഈ സീഡ്സിൻ്റെ ആ ഒരു ഭാഗമൊന്നും ഞാൻ കളയുന്നില്ല. അത് കളയാൻ താല്പര്യമുള്ളവർക്ക് അത് കളയാം. പക്ഷെ കൂടുതലും നമുക്ക് ഹെൽത്തി ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ഉചിതം അത് കളയാതിരിക്കുന്നത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഇത് ഷുഗർ കുറയ്ക്കാനും പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോള് ഇവയെല്ലാം കുറയ്ക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. കുറയ്ക്കാൻ സഹായിക്കും കുമ്പളങ്ങ. ഒത്തിരി വിറ്റാമിൻസും അയനും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കിത് പയ്യെ മാറ്റാം. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും ഇത് ഫലപ്രദമാവും. പിന്നെ അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക് തൈറോയ്ഡ് ഗ്രന്ഥികളെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുമ്പളങ്ങ സഹായിക്കും. അപ്പം അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഇത് കുടിക്കുക. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉള്ളവർക്ക് വെയിറ്റ് ലോസ് കുറയ്ക്കാൻ ഇത് സഹായിക്കുമെങ്കിലും നമ്മൾ ഫുഡും കൂടി കുറച്ചും കൂടി കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇത് മാത്രം കുടിച്ചതുകൊണ്ട്, വെറും വയറ്റിൽ രാവിലെ ഇത് മാത്രം കുടിച്ചതുകൊണ്ട് വെയിറ്റ് ലോസ് കുറയണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതിയൊക്കെ ഒന്ന് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിത് കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫുഡും കൂടി കുറച്ച് കൺട്രോൾ ചെയ്താൽ മാത്രമേ വെയിറ്റ് ലോസ് കുറയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇതിനകത്തെല്ലാം ഞാൻ കുമ്പളങ്ങ ഇപ്പോൾ പിറക്കി ഇട്ടിട്ടുണ്ട്. കുരു ഉൾപ്പെടെ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ രാവിലെ തന്നെ ഒന്നും കഴിക്കാണ്ടല്ലേ നമ്മളിത് കുടിക്കുന്നത്. അപ്പം അത് ശീലമില്ലാത്തവർക്കാണെങ്കിൽ വല്ല ഗ്യാസ് സംബന്ധമായിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇഞ്ചി ചേർക്കുന്നത്. അര ഇഞ്ചിയാണ് ഞാൻ ഇതിനകത്തോട്ട് ഇതേപോലെ തന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കണം. പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ ഇതിനകത്തോട്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തേനും കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. മധുരം ഒട്ടും ചേർക്കാണ്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഷുഗർ ഉള്ളവർക്കൊക്കെ തേൻ ആഡ് ചെയ്തെന്ന് വെച്ച് ഷുഗർ ഉള്ളവർക്കൊന്നും അത് ഷുഗർ കൂട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഡെയിലി ജ്യൂസായിട്ട് ഇത് ഹെൽത്തിന് നല്ലതായതുകൊണ്ട് ജ്യൂസായിട്ട് നമ്മൾ ഡെയിലി ഇത് കുടിക്കുമ്പോൾ എന്താണ് ഷുഗർ തേനാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. ഞാനിത് അരയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. കാരണം കുമ്പളങ്ങയിൽ നിന്നുമുള്ള നീരും മതി ഇത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ജ്യൂസ് എല്ലാം നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ എനിക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോ പ്രഷർ ഉള്ളവർക്കും അതേപോലെ തന്നെ ഷുഗർ ലോ ആയിട്ടുള്ളവർക്കും ഇത് കുടിക്കാൻ പറ്റുന്നതല്ല. കാരണം അവർക്കത് കുടിച്ചാൽ അവർക്ക് വേറെ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളിത് പ്രഷർ ലോയും ഷുഗർ ലോയും ഉള്ളവർ കഴിക്കരുത്. ഇത് പരമാവധി അത് ശ്രദ്ധിക്കുക. കാരണം നമ്മളത് ഷുഗറും പ്രഷറൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതലുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫലപ്രദമാകുന്ന ഒരു ജ്യൂസാണിത്. കുമ്പളങ്ങയാണ്, ഒരു വെജിറ്റബിളാണ് കുമ്പളങ്ങ. അപ്പോൾ അതുകൊണ്ടിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.